ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 148ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം: തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ. ശരിയുത്തരം ഓപ്ഷൻ ഡി, ശ്രീ ചിത്തിര തിരുനാളാണ്. വെള്ളപ്പൊക്കം തടയുന്നതിനായി തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻസ്: വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. ശരിയുത്തരം ഓപ്ഷൻ എ, വേമ്പനാട് കായൽ. പ്രാചീന കാലത്ത് ആര്യാവർത്തം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻസ്: പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ്. പാർലമെന്റിൽ അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻസ്: സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, അറ്റോർണി ജനറൽ. തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻസ്: സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, വെളുത്ത ഫോസ്ഫറസ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, വെളുത്ത ഫോസ്ഫറസ് ആണ്. ആറാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ്: ശനി, ഭൂമി, വ്യാഴം, ശുക്രൻ. ശരിയുത്തരം ഓപ്ഷൻ സി, വ്യാഴം. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ്: 4, 3, 2, 1. ശരിയുത്തരം ഓപ്ഷൻ സി, 2. അലോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെറഡോട്ടസ്, ഹിപ്പോക്രാറ്റസ്, ചരകൻ, ഡാവിഞ്ചി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഹിപ്പോക്രാറ്റസ്. കേരളത്തിലെ ആഫ്രിക്ക എന്ന കൃതി രചിച്ചത് ആരാണ്? സുകുമാർ അഴീക്കോട്, കെ പാനൂർ, ശശി തരൂർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ശരിയുത്തരം ഓപ്ഷൻ ബി, കെ പാനൂർ. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം, ത്രിപുര, നാഗാലാൻഡ്, പഞ്ചാബ്. ശരിയുത്തരം ഓപ്ഷൻ സി, നാഗാലാൻഡ് ആണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രമിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്